السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه الفائزين برضا الله. സഹോദരങ്ങളെ, അൽഹിജ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ റമദാൻ സമാഗതമായി. റമദാനിനെ അകന്നിറഞ്ഞ ആദരവോടെ അളവറ്റ ആനന്ദത്തോടെ സ്വീകരിക്കാനും നോമ്പനുഷ്ഠിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കേരളത്തിൽ ഇന്നാണ് വിശ്വാസികൾ നോമ്പ് ആരംഭിക്കുന്നത്. ചില ആളുകൾ ഇന്നലെ നോമ്പ് തുടങ്ങിയവരുണ്ട്. മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കൊല്ലവും നിലനിൽക്കാറുള്ള ചില തർക്കങ്ങളുണ്ട്. അത് ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. ഫെബ്രുവരി 28 ഷബാൻ 29 28 വെള്ളിയാഴ്ച വൈകിട്ട് മാസപ്പിറവി ദൃശ്യമാകാത്തതിന്റെ പേരിൽ ഷബാൻ 30 പൂർത്തീകരിച്ച് ഇന്ന് നോമ്പ് ആരംഭിക്കുകയാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ അഥവാ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സ്വീകരിച്ച നിലപാട്. ചില ആളുകൾ ഇന്നലെയാണ് ഷബാൻ 29 എന്ന് പറയുകയും ഇന്നലെ വൈകിട്ട് മാസപ്പിറവി കാണാൻ വേണ്ടി കോഴിക്കോടും മറ്റും കടപ്പുറത്തുമൊക്കെ അവർ അതിനു വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തു. മാസപ്പിറവി കണ്ട് ആ സമയത്ത് നമുക്ക് വീഡിയോയിൽ തന്നെ ആ പിറവി കാണാം. അത്രമാത്രം ഉയരത്തിലാണ് ദൃശ്യമായിട്ടുള്ളത്. അത് കണ്ടാൽ തന്നെ ബോധ്യപ്പെടും ഇന്നലെ ഷബാൻ 29 ഇന്നലെ 30 ഏതുവാകട്ടെ. ഇന്നലെ ആ മാസപ്പിറവി ദർശിക്കുന്ന സമയത്ത് ഇവർ സമസ്തയുടെ ഒരു നേതാവ് ഖലീൽ ബുഖാരി എന്ന് പറയുന്ന മഹാൻ കടലുണ്ടി കടപ്പുറത്ത് മാസപ്പിറവി ദർശിച്ച് അത് പത്രപ്രവർത്തകരോട് പറയുന്ന ഒരു രംഗം നമ്മൾ വീഡിയോയിൽ കണ്ടു. അദ്ദേഹം അത് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അത് കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. സുഷ്ടായി ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മളത് കൂടിയാലോചന നടത്തിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് അത് പ്രഖ്യാപിക്കുന്നതാണ്. പൊന്നാനി കണ്ടു എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഏൽപ്പിച്ച വ്യക്തി ഹലോ പൊന്നാനി കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയില്ല ഏൽപ്പിച്ച ആളാണ്. സംസാരിച്ചു ഉറപ്പിക്കല്ലേ? ഉറപ്പിച്ച ആളല്ലേ? പൊന്നാനി മാസം കണ്ടതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധമായ റമദാൻ ഷരീഫിന്റെ ചന്ദ്രപ്പിറ കണ്ടതായി പ്രഖ്യാപിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ അല്ലാഹുമ്മ അഹില്ലഹു ബിൽ ഈമാനി വൽ യംനി അഷ്ഹദു അല്ലാ ചന്ദ്രപ്പിറ കടലുണ്ടി കോർണിഷ് പള്ളിയിൽ തന്നെ എല്ലാവരും നൂറുകണക്കിന് ആളുകൾ കാണുകയാണ്. കടലുണ്ടി കോർണിഷ് പള്ളിയിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ കാണുന്നു. അല്ലാഹുമ്മ അഹില്ലഹു ബിൽ ഈമാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. മാസപ്പിറവി കാണുന്നു, കണ്ട വിവരം ലഭിച്ചിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അദ്ദേഹത്തിന് പറയാനും ചെയ്യാനും കഴിയുന്നില്ല. അല്ലാഹുമ്മ അഹില്ലഹു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. കാരണം സുന്നത്ത് ജീവിതത്തിൽ പകർത്തണമല്ലോ, അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. മാസപ്പിറവി കാണുന്ന സമയത്ത് എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ യുംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹ് ഇലാഹു ഖൈരിൻ വറുഷ്ദ്. ഇത് പറയാൻ 2-3 തവണ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, അത് കഴിയുന്നില്ല. പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞത്?
അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം അത് സുന്നത്തില്ലാത്ത സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ ആഗമനത്തിൽ നിങ്ങൾ പ്രത്യേകം ദിക്ർ ചൊല്ലണമെന്നോ പ്രത്യേകം പ്രാർത്ഥന നടത്തണമെന്നോ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ എന്നല്ല മാസപ്പിറവി കാണുമ്പം പറയേണ്ടത്. ഈ പ്രാർത്ഥന അതിന്റെ ആശയത്തിൽ കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്. ഒന്ന് ഷഹാദത്ത് കലിമയാണ്, 2 അള്ളാഹുവോട് പാപമോചനം ചോദിക്കുകയാണ്, 3 സ്വർഗം ചോദിക്കുകയാണ്, 4 നരകത്തെ തൊട്ട് കാവൽ ചൂടുക. ഇത് നല്ലതാണ്, വേണ്ടതാണ് ആർക്കും തർക്കമൊന്നുമില്ല. പിന്നെ റമദാനിന്റെ ആഗമനത്തിൽ പ്രത്യേകമായിട്ട് ഈ ദിക്ർ ചൊല്ലണമെങ്കിൽ നബി അങ്ങനെ പഠിപ്പിക്കണം. ഒരു ദുർബലമായിട്ടുള്ള ഹദീസിൽ ഇബ്നു ഖുസൈമ തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ദുർബല ഹദീസിൽ കാണാം ഫസ്തഗ്ഫിറൂ ഫീഹി മിൻ 4 ഖിസാൽ. റമദാനിൽ 4 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അത് 2 കാര്യങ്ങൾ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്തുന്നതാണ്, 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്തുന്ന 2 കാര്യങ്ങളാണ് ഷഹാദത്ത് കലിമയും അള്ളാഹുവോട് പാപമോചനം ചോദിക്കൽ. നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് സ്വർഗം ചോദിക്കലും നരകത്തെ തൊട്ട് കാവൽ ചോദിക്കലും. ഈ 4 കാര്യങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിൽക്കാലത്താരോ പാസ്സാക്കിയതാണ്. റമദാൻ വരുന്ന സമയത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ എന്ന പ്രാർത്ഥന. അതുകൊണ്ട് ഇത് റമദാനിൽ മാത്രമല്ല, അത് എപ്പോഴും ചൊല്ലേണ്ടതാണ്. റമദാനിന്റെ ആഗമനം കാരണമായി ഇങ്ങനെ ഒരു ദിക്ർ ചൊല്ലുന്നത് അത് ശരിയല്ല, പ്രവാചകന്റെ ചര്യയല്ല, സ്വഹാബത്തിന്റെ ചര്യയല്ല. പിന്നെ ഒരു ദിക്ർ നമ്മൾ ചൊല്ലണമെങ്കിൽ, പ്രത്യേകമായിട്ട് ഒരു പ്രാർത്ഥന നടത്തണമെങ്കിലും അത് കാരണം നമ്മൾ നിശ്ചയിക്കാൻ പറ്റൂല. ഇപ്പോ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന് മസ്ജിദിൽ കയറുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥന നിർവഹിക്കാൻ നിശ്ചയിച്ച കാരണമാണ് പള്ളിക്ക് കിടക്കുക എന്നുള്ളത്. അപ്പൊ ഏത് പള്ളിയിൽ കയറുമ്പോഴും പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക മിൻ ഫദ്ലിക് എന്ന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങും പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പറഞ്ഞിട്ട് ആ പ്രാർത്ഥനന്റെ കാരണമാണ് പള്ളിയിൽ നിന്ന് പുറത്തു വരാത്തത്. ഇതുപോലെ റമദാനിന്റെ ആഗമനത്തിന് പ്രത്യേകം ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ലൈഫായിട്ടുള്ള ഹദീസിലുണ്ട്, അവ്വലുഹു റഹ്മത്തുൻ വഔസത്തുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്ഖും മിനൻ നാർ. റമദാനിന്റെ ആദ്യത്തെ 10 കാരുണ്യത്തിന്റെ 10ആണ്, രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെ 10ആണ്, മൂന്നാമത്തത് നരകമോചനത്തിന്റെ 10ആണ്. അപ്പൊ ആദ്യത്തെ 10 അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ, രണ്ടാമത്തെ 10 അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, മൂന്നാമത്തെ 10 അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഈ പ്രാർത്ഥനയും ഈ ദഈഫായിട്ടുള്ള ഹദീസിന്റെ വെളിച്ചത്തിൽ തട്ടിക്കൂട്ടിയതാണ്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു രീതി നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. പിന്നെ റമദാനിന്റെ അവസാനത്തെ 10ന്റെ ആഗമനം കാരണമായി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, ലൈലത്തുൽ ഖദറിനെ പതിവെടുക്കുന്ന സമയത്ത് ഞാനെന്ത് പറയണം? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അത് പ്രത്യേകം പറയൽ സുന്നത്താണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മാസപ്പിറവി കണ്ട സമയത്ത് ഖലീൽ ബുഖാരി പറഞ്ഞത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ അഹില്ലഹു ബിൽ യുംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുകല്ലാഹു ഇലാലു ഖൈറിൻ വറുഷ്ദ് എന്ന പ്രവാചകന്റെ സുന്നത്ത് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. കാരണം സുന്നത്ത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ബിദ്അത്ത് വരും. ഒരു സുന്നത്തായിട്ട് പോകുമ്പോൾ ഒരു ബിദ്അത്ത് വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനിൽ കൂടുതലായി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അതല്ലാതെ കണ്ട ദിക്റുകളും സലാത്തുകളൊക്കെ ഓരോ മൂല്യന്മാരുണ്ടാക്കിയ സലാത്തും ദിക്റൊക്കെ ചൊല്ലിയിട്ട് നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം ആരും നഷ്ടപ്പെടുത്തരുത്. പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കുക. അതിൽ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ റമദാൻ മാസപ്പിറവി സംബന്ധമായിട്ട്
കുറച്ച് ആളുകളുണ്ട്, അവർക്ക് കാണുന്നും വേണ്ട, അവർ ഇങ്ങനെ മാസപ്പിറവി ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മതിയാണ്. അത്തരം ആളുകളാണ് ഇന്നലെ നോമ്പെടുത്തത്, അതായത് ശനിയാഴ്ച നോമ്പ് തുടങ്ങിയത്. അവർ പല ആളുകളുണ്ട് തട്ടാണ്, ചിലർ നോമ്പെടുത്തിട്ടില്ല. അവർ വലിയ ബുദ്ധിജീവികളാണെന്ന് അവർ പറയാം. സുമൂല് റുഹ്യത്തിഹി വാ അഫ്തിറൂലി റുഹ്യത്തിഹി എന്ന് നബി പറഞ്ഞത് അത് ആ കാലഘട്ടത്തിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അന്ന് ശാസ്ത്രലോകം പുരോഗമിച്ചിട്ടില്ലല്ലോ. ആ കാലഘട്ടത്തിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇന്ന് ശാസ്ത്രമൊക്കെ പുരോഗമിച്ച് ഇപ്പോൾ 925 അത് ജനുവരി 1 ഏത് ദിവസമായിരുന്നു എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റും. ഇത്രമാത്രം ശാസ്ത്രം പുരോഗമിച്ചിട്ട് ഇപ്പോഴും കേരളത്തിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ കടപ്പുറത്ത് പോയി മേപ്പെട്ട് നോക്കുക മാസം. ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്നത് വലിയ ബുദ്ധിജീവികളാണ് അവർ വിചാരിച്ചത്. ഒന്നാമതായി മനസ്സിലാക്കേണ്ട പരിശുദ്ധ ഇസ്ലാമിന്റെ ഇബാദത്തുകളൊക്കെ അത് തഅബ്ബുദിയാണ്. അല്ലാഹു റസൂൽ എങ്ങനെയാണോ പറഞ്ഞത് അതനുസരിച്ച് ചെയ്യാം. നമ്മുടെ ബുദ്ധിക്ക് ഒരു പ്രവേശനം ചെയ്യാം. ബുദ്ധി പ്രമാണങ്ങൾ മനസ്സിലാക്കാനുള്ള വസീലയാണ്. പ്രമാണം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കാൻ മാത്രം ഒരാളുടെ ബുദ്ധിയും വളർന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു മനുഷ്യനാണ്. പിൽക്കാലത്ത് ശാസ്ത്രലോകം പുരോഗമിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂലിന് അറിയില്ലെന്ന് പറയാം, കാരണം മനുഷ്യനാണല്ലോ. എന്നാൽ അള്ളാഹ്ക്ക് അറിയില്ലേ ഇങ്ങനൊക്കെ വരും. എന്നിട്ട് അള്ളാഹ് പ്രവാചകനോട് പറയാൻ പറഞ്ഞത് എന്താ? സുമൂല് റുയ്യത്തിക്ക്, മാസപ്പിറവി കണ്ടാൽ നോമ്പെടുത്തോളി, മാസപ്പിറവി കണ്ടാൽ നോമ്പ് അവസാനിപ്പിച്ചോളി. ലാ തസൂമു അറ്റാ തറോഹു വലാ തുഫ്തിറു അറ്റാ തറോഹു, അങ്ങനല്ലേ ഹദീസിലുള്ളത്. ഇങ്ങനെ ബുദ്ധി ഉപദേശിക്കുന്ന ഇത് നമ്മൾ സ്വീകരിച്ചാൽ, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു സഹോദരിയെ വിവാഹമോചനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൾ യുദ്ധം ഇരിക്കണം എന്ന് പറഞ്ഞതിനാ. ആർത്തവകാരിയാണെങ്കിൽ 3 ആർത്തവം കാത്തിരിക്കണം. ആർത്തവം തീരെ ഉണ്ടാവാത്ത സ്ത്രീയോ അല്ലെങ്കിൽ നിലച്ചവളോ ആണെങ്കിൽ 3 മാസം കാത്തിരിക്കണം. ഭർത്താവ് മരിച്ചതാണ് 4 മാസം 10 ദിവസം കാത്തി. എന്തിനാ ഇത് പറഞ്ഞത്? ഇത് ഗർഭത്തിൽ വിവാഹമോചനം ചെയ്തവന്റെ അല്ലെങ്കിൽ മരണപ്പെട്ടവന്റെ കുട്ടികൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ 4 മാസം 10 ദിവസം ഇരിക്കുന്നു ഈ ആവശ്യത്തിന് വേണ്ടിയാ. അതല്ലാതെ ഭർത്താവിന്റെ ദുഃഖത്തിന്റെ പേരിലല്ല. അതല്ലേ സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട ഭർത്താവ് മരിച്ചു, അവൾ ഗർഭിണിയായിരുന്നു. ഭർത്താവ് മരിച്ച ഉടനെ തന്നെ ഇവർ പ്രസവിച്ച സുവൈബയെ പ്രവാചകൻ അവിടെ യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? ദുഃഖം അപ്പോഴും ബാക്കിയല്ലേ? വയറ്റിൽ കുട്ടിയില്ലാതെ ബോധ്യാകുക എന്നുള്ളതാ യുദ്ധന്റെ ലക്ഷ്യം. ഇത് വേണമെങ്കിൽ ഈ ബുദ്ധിജീവികൾക്ക് പറഞ്ഞുകൂടെ? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി കാലത്തെ രീതി അങ്ങനെയാണ്. 3 മാസം ഇരുന്നാലേ തിരിയുള്ളൂ. അത് ശാസ്ത്രലോകമൊന്നും പുരോഗമിച്ചിട്ടില്ല. ഇന്ന് ഒരു സഹോദരി, വിവാഹമോചനം ചെയ്യപ്പെട്ട സഹോദരി ഗർഭിണിയല്ല എന്നറിയാൻ ഒരു തുള്ളി മൂത്രം പോലെ സഹോദരങ്ങളെ അവർ ടെസ്റ്റ് ചെയ്ത് അപ്പം അറിയില്ല. അപ്പൊ നീ യുദ്ധന്റെ ആവശ്യം തന്നില്ല. ഭർത്താവ് വിവാഹമോചനം ചെയ്യുക, അല്ലെങ്കിൽ ഭർത്താവ് മരിക്കുക, മൂത്രം ടെസ്റ്റ് ചെയ്യുക, വേറെ കല്യാണം കഴിക്കുക, അങ്ങനെ പറയാൻ ഇവർക്ക് സാധിക്കുമോ? ഇസ്ലാമിന്റെ ആരാധനകൾ ഖുർആനും സുന്നത്തും എന്താണ് പഠിപ്പിച്ചത് അത് ബുദ്ധി കൊണ്ട് ആലോചിച്ച് തീരുമാനിക്കേണ്ടതല്ല. അപ്പൊ താമ്പതിയ കാര്യങ്ങളാണ്. അത് ആ രീതിയിൽ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് മനസ്സിലാക്കാൻ ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ. എങ്ങനെ ഖുർആനും സുന്നത്തും മനസ്സിലാക്കേണ്ടത്? അതിനാണ് മൻഹജു സലഫു സ്വാലിഹീങ്ങളായിട്ടുള്ള സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ ദീന് മനസ്സിലാക്കിയ മാതിരി മനസ്സിലാക്കുക. അതിന് പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.